ഒരിക്കൽ രണ്ട് വേട്ടക്കാർ ഒരു വനത്തിൽ വേട്ടയ്ക്ക് പോയി. പെട്ടെന്നൊരു കരടി അവരുടെ അടുത്തെത്തിയതായി അവർ കണ്ടു. രണ്ടുപേരും ഭയവിഹ്വലരായി തീർന്നു. ഒരാൾ ഓടി അടുത്ത് കണ്ട മരത്തിന്മേൽ കയറി. മറ്റേയാൾ അടുത്തുണ്ടായിരുന്ന ഒരു ഗുഹയിലും കയറി ഒളിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ചു. അതൊന്നും ഉപയോഗിക്കാനുള്ള സാവകാശം അവർക്ക് കിട്ടിയിരുന്നില്ല. കരടിയും ആ ഗുഹാമുഖത്ത് പുൽത്തകടിയിൽ കിടന്ന് ഉറങ്ങാൻ ആരംഭിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഗുഹയിലുണ്ടായിരുന്ന മനുഷ്യൻ പുറത്തേക്ക് വരുവാൻ ഒരുങ്ങി. പുറത്തേക്ക് നോക്കിയപ്പോൾ കരടി അവിടെ കിടക്കുന്നത് കണ്ട് പേടിച്ച് വീണ്ടും ഗുഹയിലേക്ക് തന്നെ കയറിപ്പോയി. പിന്നെയും കുറേ സമയം കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കരടി അവിടെ തന്നെ കിടക്കുന്നതായി കാണുകയും ഭയത്തോടെ ഗുഹയിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. മരത്തിൻ്റെ മുകളിലിരുന്ന മനുഷ്യൻ തൻ്റെ സുഹൃത്തിനോട്, നീ എന്താണ് കാണിക്കുന്നത്? കരടി ഉറങ്ങിയല്ലേ? നിനക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഗുഹയിലായിരുന്ന മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, പുറമേയുള്ള കരടി ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ അകത്തിരിക്കുന്ന കരടി ഉണർന്നിരുന്ന് എന്നെ ഭയപ്പെടുത്തുന്നു. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ആദാമ്യ പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ പിതാവായ ദൈവം തന്നെ പുത്രനെ ലോകത്തിന് വേണ്ടി നൽകി. പാപത്തിന് ശമ്പളമായ മരണത്തിൽ നിന്നും മാനവജാതിയെ വീണ്ടെടുക്കാൻ യേശുക്രിസ്തു തൻ്റെ ജീവനെ ക്രൂശിൽ യാഗമാക്കി. വിശ്വസിക്കുന്നവർക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് യേശുക്രിസ്തു മൂലം ലഭിക്കുന്നു. എന്നാൽ പാപം പലപ്പോഴും മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. പാപത്തിൻ്റെ സംഹാര താണ്ഡവം മനസ്സിനുള്ളിലാണ് ഭയം സൃഷ്ടിക്കുന്നത്. ഉള്ളിലെ ഭയമാണ് പുറമെയുള്ള ശത്രുവിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്നത്. ഉള്ളിലെ ഭയം ഉറങ്ങിക്കിടക്കുന്ന ശത്രുവിനെയും ഭയപ്പെടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പുറമേ ഉണ്ടാകുന്ന നിസ്സാര കാര്യങ്ങൾ പോലും വളരെ ഗൗരവമായ നിലയിൽ ഏറ്റെടുക്കുവാൻ ഉള്ളിലെ ഭയം നമ്മെ നിർബന്ധിക്കുന്നതാണ്. ആയതിനാൽ ഉള്ളിലെ ഭയം മാറാതെ പുറമെയുള്ള ഭയത്തെ ജയിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നാം ഓർക്കണം. നമ്മുടെ മനസ്സിലുള്ള പാപമാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. പാപത്തിനുള്ള വിടുതലിൽ മാത്രമേ ഈ ഭയത്തിൽ നമ്മെ വിടുവിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഭയം നമ്മിൽ നിന്ന് മാറ്റുന്നതിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന സത്യം സകല മനുഷ്യരും വിശ്വസിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് പാപത്തിന് അനന്തരമായ ഭയത്തിൽ നിന്നും മരണത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നത്, സ്വാതന്ത്ര്യം നൽകുന്നത്. മരണപാശത്തിൻ്റെ ദാസ്യ പ്രവൃത്തി എന്നുള്ള വിടുതലിനെ പറ്റി നമുക്കറിയാം. അതിനുള്ള ഏക പോം വഴി പാപത്തിൻ്റെ ദാസിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസിലേക്ക് മാറുക എന്നത്രേ. ഇതിനുള്ള മാർഗം ഒരുക്കിയത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് ഈ ഭാഗം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ മരണാധികാരിയായ സാത്താൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിച്ച് പാപത്തിന് ശമ്പളമായ രക്ഷയെന്ന് രക്ഷ പ്രാപിക്കാവുന്നതാണ്. അങ്ങനെ നിത്യമായ ദൈവിക സന്തോഷത്തിന് നമുക്ക് അവകാശിയായി തീരാം.